എറണാകുളം തൃക്കാക്കരയിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം. 3 പേർക്ക് ഗുരുതരമായി പരുക്കേറ്റു. ആക്രമണം നടത്തിയവർ കടന്നുകളഞ്ഞ കാർ കണ്ടെത്താൻ പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. അനിൽ ജോർജ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനിൽ, വലിയ സംഘർഷമാണോ ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു വലിയ സംഘർഷമുണ്ടായത്. തൃക്കാക്കരയിലായിരുന്നു. തൃക്കാക്കര NGO ക്വാർട്ടേഴ്സ് പരിസരത്തായിരുന്നു. അവിടെ രാത്രി കടകളൊക്കെയുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു വലിയ തോതിൽ സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങൾ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലിരുന്ന ഒരാളാണ് പകർത്തുകയും ചെയ്തത്. കാറിലെത്തിയ ഒരു സംഘവും വഴിയിൽ നടന്നു പോവുകയായിരുന്ന മറ്റൊരു സംഘവും തമ്മിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. ഇതിൽ ഷാഫി, നിസാം, അച്ചു എന്നീ 3 പേരെയാണ്, വാഴക്കാല സ്വദേശികളാണ് ഇവരെയാണ് ഗുരുതരമായ പരിക്കുകളോടെ ഹോസ്പിറ്റലിലാണുള്ളത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വലിയ തോതിലുള്ള മർദ്ദനത്തിനാണ് യുവാക്കൾ വിധേയരായതെന്ന് കാണാം. പരസ്പരമുള്ള തർക്കമാണ് ഇത്തരമൊരു മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് ദൃക്സാക്ഷികളൊക്കെ ആയിരുന്നവർ പറയുകയും ചെയ്യുന്നത്. പോലീസ് ഇപ്പോൾ ഏതായാലും കേസെടുത്തിട്ടുണ്ട്. ഈ വാഹനം കോട്ടയം സ്വദേശിയുടേതാണ് എന്നാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വാഹനം എവിടെയുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും മറ്റ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന സംശയവും ഉയരുന്നുണ്ട്. തൂഫാന്റെ പേരിലൊക്കെ വലിയ തോതിൽ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ NGO ക്വാർട്ടേഴ്സ് ഒക്കെ പോലെ എപ്പോഴും 24 മണിക്കൂറും ആളുകൾ ഉള്ള ഒരു സ്ഥലത്ത്, കൊച്ചി പോലെയുള്ള സ്ഥലത്ത് ഇത്തരം ഒരു സംഘർഷമുണ്ടായത്. ഏതാണ്ട് അരമണിക്കൂറോളം യുവാക്കൾ തെരുവിൽ പരസ്പരം ഏറ്റുമുട്ടി എന്നാണ് ദൃക്സാക്ഷികൾ പറയുകയും ചെയ്യുന്നത്. എന്നാൽ അരമണിക്കൂറിനിടയിൽ പോലും ഒരു പോലീസ് വാഹനം പോലും എത്തിയില്ല. ഈ സംഘർഷം കണ്ട് ഇടയ്ക്ക് ചിലർ പോലീസിനെ വിളിച്ചിരുന്നെങ്കിലും കൃത്യമായ ഒരു മറുപടി ലഭിച്ചില്ല എന്നും അവർ പറയുന്നുണ്ട്.